വളരെ സുപ്രധാനമായൊരു വാർത്തയിലേക്ക്. മലപ്പുറം വണ്ടൂരിൽ ഡോക്ടർ ശശി തരൂർ എംപിക്ക് നേരെ കയ്യേറ്റ ശ്രമം. ഗൺമാന് പരിക്കേറ്റു. ബൈക്കിലെത്തിയ സംഘമാണ് മർദ്ദിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 5 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. വണ്ടൂരിൽ വെച്ചാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. വൈകുന്നേരമാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. തിരുവാലിയിൽ നടന്ന ചാറ്റ് വിത്ത് തരൂർ എന്ന പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ ആക്രമണത്തിനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. സംഭവത്തിൽ ശശി തരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 5 പേർക്കെതിരെ കേസെടുത്തതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വണ്ടൂർ ചെള്ളിയോട് വെച്ചാണ് സംഭവം എന്നാണ് ലഭിക്കുന്ന വിവരം. MP അനിൽകുമാറിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം വണ്ടൂരിൽ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് തിരുവാലിയിൽ നടന്ന ചാറ്റ് വിത്ത് തരൂർ തെരഞ്ഞെടുപ്പ് പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബൈക്കിലെത്തിയ സംഘം വാഹനം തടഞ്ഞ് അസഭ്യം പറയുകയും ഗൺമാനെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ബൈക്കിലെത്തിയ സംഘം വാഹനം തടഞ്ഞു, അസഭ്യം പറഞ്ഞു, ഗൺമാനെ മർദ്ദിച്ചു എന്നാണ് പരാതി. ഗൺമാന്റെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ശശി തരൂരിൻ്റെ കാറിനെ പിന്തുടർന്നെത്തിയ സംഘമാണ് ആക്രമിച്ചത്. ശശി തരൂരിനെ അസഭ്യം വിളിച്ചു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഈ ഘട്ടത്തിലാണ് താൻ ഇടപെട്ടത് എന്ന് ഗൺമാൻ വ്യക്തമാക്കുന്നു. ഇതോടെ ഗൺമാനെ ബൈക്കിലെത്തിയ സംഘം മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ CV അനുമോദ് നൽകും. CV അനുമോദ്, ഡോക്ടർ തരൂരിനെതിരെയാണ് ആ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുന്നത്. മലപ്പുറം വണ്ടൂരിൽ വെച്ചാണ് സംഭവം എന്നാണ് ലഭിക്കുന്ന വിവരം. ഡ്രൈവർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എത്ര ഗുരുതരമാണ് പരിക്ക്? ഡോക്ടർ ശശി തരൂരിന് നേരെ ഉള്ള ആക്രമണത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് പോലീസ് ഇത് സംബന്ധിച്ച് പ്രതികളെ പിടിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, വൈകുന്നേരം 7:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവാലി ചെല്ലിത്തോട് പാലത്തിന് സമീപമായിരുന്നു സംഭവം. ചാറ്റ് വിത്ത് തരൂർ എന്ന പരിപാടിക്ക് ശേഷം അദ്ദേഹം മടങ്ങുകയായിരുന്നു വണ്ടൂരിലേക്ക്. വഴി ബ്ലോക്ക് ആയിരുന്നു. ഈ ഒരു സമയം നല്ല തിരക്കുള്ള സമയമായിരുന്നു. ശശി തരൂരിന്റെ കാർ ഹോൺ മുഴക്കിയത് ചിലർ ചോദ്യം ചെയ്യുകയും ശശി തരൂരിന്റെ കാറിന് കുറുകെ ഇവർ വാഹനമിട്ട് തടയുകയും തുടർന്ന് അത് വാക്കുതർക്കവും കയ്യേറ്റത്തിൽ എത്തുകയും ചെയ്തു. വാഹനം കുറുകെയിട്ടതോടെ അത് ചോദ്യം ചെയ്യാൻ ഗൺമാൻ പുറത്തിറങ്ങിയതും തുടർന്ന് ഗൺമാനും ഇവരും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായി. തുടർന്നാണ് ഈ ഗൺമാന്റെ പരാതിയിൽ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 3 പേർ കസ്റ്റഡിയിലായതായിട്ടാണ് സൂചനയുള്ളത്. ഇവരുടെ രാഷ്ട്രീയ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ആ ഒരു സമയത്ത് ഗതാഗതത്തിന്റെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ, ഹോൺ മുഴക്കിയതിനെ തുടർന്നുള്ള തർക്കം, അത് സംഘർഷത്തിലേക്ക് വഴിമാറി എന്ന് വേണം കരുതുവാൻ. അനുമോദ്, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മലപ്പുറം വണ്ടൂരിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് ഈ തിരുവാലിയിൽ കോൺഗ്രസിനും ലീഗിനുമൊക്കെ വലിയ സ്വാധീനമുണ്ട്. അവർ തമ്മിൽ ചിലപ്പോഴൊക്കെ ഈ ചില തർക്കങ്ങളും രാഷ്ട്രീയ പോർവിളികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തോടെ AP അനിൽകുമാർ അവിടെ നിന്ന് ജയിച്ചു കയറുകയും ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അത്തരമൊരു മണ്ഡലത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന്, അല്ലെങ്കിൽ അത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ സംഘമാണോ അതോ റോട്ടിൽ തങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് കരുതുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു ആക്രമണമാണോ? അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ നിന്നുണ്ടായ ഒരു ആക്രമണമാണോ ഇത്? ശശി തരൂരിനെ പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ, കാഴ്ചയിൽ തന്നെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾ, അത്തരമൊരാൾക്ക് നേരെ ഇങ്ങനെ ഒരു അസഭ്യം പറയുക, തെറി വിളിക്കുക, പിന്നീട് കയ്യേറ്റത്തിന് ശ്രമിക്കുക, ഡ്രൈവർ ഇടപെടുമ്പോൾ ആ ഡ്രൈവറെ ആക്രമിക്കുക തുടങ്ങിയ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് അത്രമാത്രം പ്രകോപനത്തിനുള്ള ഒരു കാരണമെന്നത് എന്തെങ്കിലും പോലീസ് നൽകുന്നുണ്ടോ? വെറും ഒരു ഹോൺ അടിച്ചു എന്നതുകൊണ്ട് ശശി തരൂരിനെ പോലെ അത്ര വളരെയധികം ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവിന്, രാജ്യമെമ്പാടും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് നേരെ
ഇങ്ങനെ ഒരു കയ്യേറ്റം. യെസ്, അനുമോദ്, ഞാൻ അനുമോദിലേക്ക് വരാം. എ പി അനിൽകുമാർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ എ പി അനിൽകുമാർ, ശശി തരൂർ രാജ്യമെമ്പാടും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ആർക്കും പെട്ടെന്ന് തെരുവിൽ കണ്ടാൽ മനസ്സിലാകുന്ന ഒരാളെ ഇങ്ങനെ അറിയാതെ ചെയ്തു എന്ന് കരുതാനാകില്ല. ഇതിലെന്തെങ്കിലും രാഷ്ട്രീയ വിദ്വേഷമുണ്ടോ ഈ ആക്രമണത്തിന് പിന്നിൽ, ശ്രീ അനിൽകുമാർ? അതിനകത്ത് എനിക്കതിന് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ അറിയില്ല. ഞാൻ അതിലെ പ്രതികളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷെ അതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശശി തരൂരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ശശി തരൂരാണ് കാരണത്ത് എന്ന് പറയുന്നു. അതോടൊപ്പം എന്റെ പേരും പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ചില രാഷ്ട്രീയം അതിനകത്തുണ്ട് എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായി ശശി തരൂരിനെ പോലെ ഒരാളെ നമ്മൾ കാരണത്ത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുകയാണ് എല്ലാവരും ചെയ്യുക. പക്ഷെ ഇത് ബോധപൂർവം ബ്ലോക്ക് ചെയ്യുകയും ഗൺമാനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം എന്റെ പേരും പരാമർശിക്കുന്നു. അപ്പൊ അതിനകത്ത് ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ട് എന്നാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. പക്ഷെ അത് ആരാണ് പ്രതി എന്താണ് എന്ന് പറഞ്ഞ ശേഷം അത് പറയാൻ കഴിയും. പക്ഷെ ഏതായാലും ഒരു കാര്യം, ഇത്തരത്തിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന, അതല്ലെങ്കിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാൾ തടഞ്ഞു നിർത്തുകയും ഗൺമാനെ മർദ്ദിക്കുകയും കാറിന് പരിക്കേൽക്കുന്ന രീതിയിൽ അതിനകത്ത് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിപ്പോ കോൺഗ്രസ് നേതാവ് ശശി തരൂർ എന്നല്ല, കേരളത്തിലെ ആരായാലും ഇത്തരത്തിലുള്ള നേതാക്കളായാലും അതുപോലെ സാധാരണ മനുഷ്യരായാൽ പോലും അതിനകത്ത് നേതാവെന്നോ മറ്റൊന്നുമില്ല. യാത്രയ്ക്കിടയിൽ ഇത്തരം കയ്യേറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നടുറോഡിൽ നടക്കുന്ന നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പൊ നടുറോഡിൽ വെച്ച് എന്തും ആകാവുന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നു എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. സ്വാഭാവികമായി ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. പരമാവധി ആളുകളൊക്കെ അതുമായി സഹകരിക്കുന്നതാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. വണ്ടൂർ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അവിടെ അങ്ങനെ കടന്നു കയറാൻ ഒരു ഭയക്കേണ്ട ഒരു അങ്ങനെയുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നതിൽ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഇടപെടൽ ആണ് എന്ന് വേണമോ ഇതിനെ മനസ്സിലാക്കാൻ? ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ്, അദ്ദേഹം കോൺഗ്രസോ അല്ലെങ്കിൽ UDFന്റെ മാത്രമല്ല മറ്റ് എല്ലാ മേഖലയിലും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ കാരണത്ത് ഇരിക്കുന്നു, അത് ഇവര് കാണുന്നു, അവരത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആരെങ്കിലും ആയിരിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ബോധപൂർവ്വം പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും താല്പര്യം വെച്ചുകൊണ്ടായിരിക്കണം, എന്തെങ്കിലും ഇന്റൻഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ്. അതല്ലെങ്കിൽ നോർമലി നമുക്കറിയാം, നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ പോലും വാഹനത്തിൽ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ പോവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു കൾച്ചറാണ് പൊതുവെ കേരളത്തിലുള്ളത്. അതല്ല, നേതാക്കൾ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ നോക്കിയിട്ട് അവരെ തടഞ്ഞിടുന്ന കൾച്ചറും നമുക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നടുറോഡിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്കായാലും നേതാക്കൾക്കായാലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കീഴ്വഴക്കമായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ശക്തമായ നടപടി, ആരാണ് എന്താണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് നോക്കാതെ അതിലെ പ്രതികൾ ആരാണ് അവരെതിരെ ശക്തമായ നടപടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോ ശശി തരൂരിന്റെ ഗവൺമെന്റ് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ദ്രുതഗതിയിൽ ഈ അന്വേഷണവും മറ്റു നടപടികളിലേക്കും കടക്കുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ളൊരു സൗകര്യം ഇത്രയും സമയം കൊണ്ട് കിട്ടിക്കാണുമോ? അതോ പോലീസിനത് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ്? അവിടെ ഇത് എന്തായാലും അവിടെ ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അത് ആരാണെന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ ആ സ്ഥലത്തുള്ളവർക്കാണെങ്കിൽ വലിയ പ്രയാസം കാണില്ല. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ക്രിയാത്മകമായ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ തരൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഗൺമാന് ഉള്ള പരിക്ക് എത്തരത്തിലാണ്? കാരണം തരൂരിന് നേരെയാണ് ഈ അസഭ്യം പറയുക, ആക്രമിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തത്. പിന്നീട് ഗൺമാൻ ഇടപെട്ടുന്ന ഘട്ടത്തിലാണ് ആ ഗൺമാന് നേരെ തിരിയുന്നത്. അപ്പോൾ അവരുടെ പരിക്കെങ്ങനെ, പോലീസിൻ്റെ ഇടപെടൽ എങ്ങനെ, മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഞാൻ പറയുന്നത്, ഞാൻ ഉൾപ്പെടെ അതിന് ശേഷം എന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം വണ്ടൂരിലേക്ക് വരുന്ന വഴിയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രോഗ്രാം കഴിഞ്ഞ് പോയ ഉടനെ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അവർ വളരെ ശക്തമായ നിലപാടെടുക്കും എന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഏത് രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി നടപ്പാവും തന്നെ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ശക്തമായ നിലപാട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഈ ചാറ്റ് വിത്ത് തരൂർ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് അല്ലേ? അങ്ങയുടെ അതെ, തരൂർ എന്ന് പറയുന്ന പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരുന്നു, അതിൽ പങ്കെടുക്കാനാണ്. വരുന്ന വഴിയിലാണ് ആക്രമിക്കപ്പെട്ടത്. പിന്നീട് പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അതെ അതെ. ഈ ഗൺമാൻ ആണ് കൂടുതൽ പരിക്കേറ്റത്, ഗൺമാനാണ് പരാതി നൽകിയിട്ടുള്ളത്, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അതെ, അങ്ങനെയാണ്. യെസ്, വ്യക്തമാണ്. അതാണ്
ഡോക്ടർ ശശി തരൂരിൻ്റെ താങ്ക് യു സോ മച്ച് AP അനിൽകുമാർ. അതാണ് ശശി തരൂർ MP-ക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുന്നു. മലപ്പുറം വണ്ടൂരിൽ വെച്ചാണ് സംഭവത്തിൽ ഗൺമാന് പരിക്കേറ്റിരിക്കുന്നുവെന്നാണ് വിവരം. പരിക്ക് അത്ര ഗുരുതരമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. കാറിൽ പുറകിൽ വന്നൊരു സംഘമാണ് ആക്രമിച്ചത്. തിരുവാലിയിൽ നടന്ന ചാറ്റ് വിത്ത് ശശി തരൂർ എന്ന തെരഞ്ഞെടുപ്പ് പരിപാടി കഴിഞ്ഞ് മടങ്ങുകയാണ് സംഭവം ഉണ്ടായത്. സംഭവത്തിൽ ശശി തരൂർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് 5 പേരെക്കെതിരെ കേസെടുക്കുകയും അവർക്കെതിരെ നടപടി തുടങ്ങുകയും ചെയ്തു എന്നാണ് വിവരം. ഏതായാലും കോൺഗ്രസ് ഇത് വളരെ ഗൗരവത്തിലെടുക്കുന്നു. ശശി തരൂരിനെ പോലെ ശ്രദ്ധേയനായ, പെട്ടെന്നാർക്കും തിരിച്ചറിയാൻ കഴിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ ഇതുപോലെ തടയുക എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തു. മലപ്പുറം വണ്ടൂരിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നോടൊപ്പം അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, അതാണ് ഇത് ഒരു രാഷ്ട്രീയ തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഡോക്ടർ ശശി തരൂരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കേസിലെ പ്രതികൾ ഡോക്ടർ തരൂരിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമാണ്. ഇതിനിടയിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നു, AP അനിൽകുമാറിൻ്റെ പേര് പറയുന്നു എന്നത് നമുക്ക് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നു. പരാതി കൊടുത്തിട്ടുണ്ട്, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് ശശി തരൂരാണ് എന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഈ ആക്രമികൾ ഇതിനുവേണ്ടി മുതിർന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ്, അല്ലേ? മനു, ഈ അക്രമത്തിന്റെ തുടക്കം അതൊരു രാഷ്ട്രീയമായിട്ടല്ലെങ്കിൽ പോലും ഈ സംഭവത്തിന് പിന്നിൽ ഇത് ശശി തരൂരാണ് തിരിച്ചറിഞ്ഞിട്ടും ഇതേ സമീപനം തുടരുകയും കയ്യേറ്റവും അക്രമവും ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചില രാഷ്ട്രീയങ്ങളുണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരും. AP അനിൽകുമാർ പറഞ്ഞതുപോലെ ശശി തരൂരിനെ അറിയാത്തവരായിട്ടുള്ളവരായിരിക്കില്ല ഒരുപക്ഷെ ഈ ഒരു കൃത്യം ഇങ്ങനെ ചെയ്തത്. വാഹനം ബ്ലോക്കിനിടെ ഹോണടിച്ചപ്പോൾ ഇവർ പ്രകോപിതരായി എന്നാണ് ആദ്യം അറിഞ്ഞിരുന്നത്. പക്ഷേ ഇത് MP-യുടെ വാഹനമാണ് തിരിച്ചറിഞ്ഞിട്ടും അവർ അതേ നിലപാട് തുടരുകയും കയ്യേറ്റത്തിനുള്ള കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു. അനുഭവം നൽകിയതിന് കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ വന്നിരിക്കുന്നു. അതിന്റെ ഓഡിയോ കൂടി നമുക്ക് കേൾക്കാം. പിന്നെ തെറ്റാൻ ഏട്ടൊന്നും വിളിക്കാൻ പാടില്ല, ഏട്ടൊന്നും വിളിക്കല്ലേ. ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. മുഴുവൻ UDF മൂവ്മെന്റിന്റെ പ്രവർത്തകരും ആ റോഡ് ഷോയിൽ പങ്കെടുക്കണം. ഒരിക്കൽ കൂടി ഈ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് UDYFന്റെ പിന്നെ തെറ്റാൻ ഏട്ടൊന്നും വിളിക്കാൻ പാടില്ല, ഏട്ടൊന്നും വിളിക്കല്ലേ. ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. മുഴുവൻ UDF മൂവ്മെന്റിന്റെ പ്രവർത്തകരും. അനുമോദ്, അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഡോക്ടർ ശശി തരൂർ കാറിലുണ്ട്, അദ്ദേഹത്തോടൊപ്പം ഗൺമാൻ ഉണ്ട്. ഡോക്ടർ ശശി തരൂർ എന്തായാലും ആരോടെങ്കിലും അപമര്യാദയായി സംസാരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ ഈ വാഹനം നോക്കൂ, നടു റോട്ടിലാണ് രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു പാർലമെന്റേറിയൻ സഞ്ചരിക്കുന്ന വാഹനം നടു റോട്ടിൽ വെച്ച് ഒരു കൂട്ടം ആളുകൾ ഒരു സംഘം ആളുകൾ തടയുകയാണ്. അതിന് മുന്നിൽ ഒരു ബൈക്ക് കൊണ്ട് കുറുകയിട്ടതിൻ്റെ ദൃശ്യങ്ങളും കാണാം. അങ്ങനെ അദ്ദേഹം ഇതിനിടയിൽ ചില ആളുകൾ അസഭ്യമായ ഭാഷ ഉപയോഗിക്കരുത് എന്ന് ഈ അക്രമികളോട് പറയുന്നതിൻ്റെ ദൃശ്യങ്ങളും ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ശശി തരൂരാണ് എന്നറിയുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് പോകാനാണ് എന്ന് അറിയുന്നു. ഇത് തിരക്കേറിയ ഒരു സ്ഥലമാണ് എന്നതും വ്യക്തമാണ്. അത്തരമൊരു സ്ഥലത്ത് നിന്നാണ് ഈ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയായിരിക്കും ഇതിനൊരു പ്രതികരണം ഉണ്ടാകുക? കോൺഗ്രസ് അനിൽകുമാർ അത് ശക്തമായി പ്രതിഷേധിക്കുന്നു, അതിനെതിരെ നീതി നടപ്പിലാക്കണം എന്ന് പറയുകയും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള വിവാദമാകും എന്നാണ് മനസ്സിലാകുന്നത്. തരൂർ പൂർണ്ണമായും മലപ്പുറം ജില്ലയിൽ നിന്ന് മടങ്ങിയോ അനുമോദ്?
മനു അദ്ദേഹം മടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് ആ പ്രാദേശികമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ മേഖലയിലെ രാഷ്ട്രീയം നിലവിൽ UDF അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കടുത്ത മത്സരം നടക്കുന്ന ഒരു മേഖലയല്ല വണ്ടൂരെന്ന് നമുക്കറിയാം. പക്ഷേ ശശി തരൂരിനെ പോലെ ലോകമറിയുന്ന ഒരു വ്യക്തിയെ, കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള ഒരു വ്യക്തിയെ തടയുമ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയം ഒരുപക്ഷെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വ്യക്തമായിട്ടില്ല. അവരുടെ രാഷ്ട്രീയം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാകും. ഈ തടഞ്ഞത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണെങ്കിൽ, അവർക്ക് ഏതെങ്കിലും പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്ന് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവുകയും അത് പലയിടങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്യും. സഹിഷ്ണുതയില്ലാത്ത ഒരു പ്രവൃത്തിയായിട്ട് തന്നെ വേണം ഇതിനെ കാണുവാൻ. മുമ്പ് പാലക്കാട് രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവം, അതിന്റെ ആ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപെയാണ് ഇപ്പോൾ ശശി തരൂരിന് നേരെ വണ്ടൂരിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് രമേശ് പിഷാരടിയെ വോട്ട് ചോദിക്കാൻ എത്തിയപ്പോഴാണ് തടഞ്ഞെങ്കിൽ ഇവിടെ റോഡിൽ കടന്നു പോകുന്നതിനിടെ ഹോൺ മുഴക്കി എന്നൊരൊറ്റ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ ലോകമറിയുന്ന ഒരാളെ തടഞ്ഞു വെക്കുകയും അസഭ്യം പറയുകയും അദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറുകയും ഗൺമാനെ നേരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് ഒരു വ്യക്തി ചെയ്തതായിരിക്കാം. പക്ഷെ ആ വ്യക്തിക്ക് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. എന്താണെങ്കിലും ഇത് ആകസ്മികമായി പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിട്ട് തന്നെയാണ് പോലീസും ഇതിനെ കാണുന്നത്. ഞാൻ അനുമോദിലേക്ക് വരാം. എന്നോടൊപ്പം കിരൺ ബാബു കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. കിരൺ ബാബു, മലപ്പുറം വണ്ടൂരിൽ ആണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് വണ്ടൂർ ചെള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. നമുക്കറിയാം അവിടെ സ്വാഭാവികമായി UDF വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് ഈ ചെള്ളിത്തോടും. അതുപോലെ ഈ തൃക്കലങ്ങോട് വണ്ടൂർ പഞ്ചായത്തിന് ഇടയിലാണ് ഈ തിരുവാലി എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. അവിടെയൊക്കെ UDF കൃത്യമായി സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. 5 പേർ ശശി തരൂരിനെ പോലെ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തി സഞ്ചരിക്കുമ്പോൾ നടു റോട്ടിൽ ഏറ്റവും തിരക്കുള്ളൊരു സമയത്ത് നോക്കണം, 7:30 ആകുമ്പോൾ നമുക്കറിയാം ഏതൊരു സ്ഥലത്തും നല്ല തിരക്കുള്ളൊരു സമയമാണ്. അതുപോലെ ഒരു സമയത്ത് അതുപോലെ ഒരു സ്ഥലത്ത് വെച്ച് പരസ്യമായി ഇങ്ങനെ തടഞ്ഞ് കയ്യേറ്റം ചെയ്യാനുള്ളൊരു ശ്രമം നടക്കുന്നു. ഇത് ഇവരുടെ ഈ അക്രമികളുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ ആളുകൾക്ക് ധൈര്യം വരുന്നു എന്നതാണ് ശശി തരൂരിൻ്റെ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശശി ഇത് എന്തായാലും ഒരു വിഷയമാക്കി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഏതായാലും ശശി തരൂർ ചാറ്റ് വിത്ത് ശശി തരൂർ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നും അവിടെ നിന്ന് അനിൽകുമാർ നമ്മളോട് പറയുന്നു. ഇത് ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്? കേരളത്തിൽ സമാധാനപൂർവ്വമായി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ നടക്കുന്നു എന്ന് ആണ് പൊതുവെ നമ്മളുടെ വിലയിരുത്തലെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു ആശങ്കയിലേക്ക് ഈ ദൃശ്യങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ടോ കിരൺ ബാബു? മനു, ഇതിൽ ഏറ്റവും പ്രധാനം ആരാണ് ആക്രമിച്ചത് എന്നുള്ളതാണ്. ഈ ആക്രമിച്ചിട്ടുള്ള അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെന്നോ അല്ലെങ്കിൽ അവരുടെ കാരണം എന്താണെന്നോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിൽ പുറത്തു വരുന്ന കാരണത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഇവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ് ആക്രമിച്ചെങ്കിൽ അത് ഗുരുതരമായ ഒരു രാഷ്ട്രീയ വിഷയമായും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായും വരാൻ വലിയ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിക്കോട്ടെ, അവർ എത്ര തീവ്രമായ അഭിപ്രായം പറയുന്നവരാണെങ്കിലും അവർക്കെതിരെ കായികമായ ഒരു ആക്രമണം കേരളത്തിൽ ഉണ്ടാവാറില്ല. അത് കേരളത്തിന്റെ ഒരു പൊതു പ്രത്യേകതയാണ്. കേരളത്തിൽ ഏത് നേതാവിനും എവിടെയും പോയി ഏത് വിഷയവും അവർ ആഗ്രഹിക്കുന്ന ഏത് വിഷയവും പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളികളിൽ നിന്ന് കായികമായ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്നത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഔന്നിത്യം കൂടിയാണ്. അതിന് നേരെ അങ്ങനെ ഒരു ഔന്നിത്യം കേരളത്തിൽ ഇല്ല എന്ന് പുറം ലോകത്തെങ്കിലും കാണിക്കുന്ന തരത്തിലാണ് ശശി തരൂരിനെ പോലെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ, അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവിന് നേരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാറിന് നേരെ നടത്തിയ ഈ ആക്രമണം. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളവരാണ് നടത്തിയെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ വലിയ സാധ്യത.